ചോറ്റാനിക്കര മകം തൊഴുത് ഭക്തലക്ഷ്യങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയുടെ തിരുനട മകം തൊഴിൽ ദർശനത്തിനായി തുറന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന ഭക്തർ ദേവിയെ കണ്ട് സംതൃപ്തിയോടെ മടങ്ങി. കാത്തുനിന്ന അനേക സഹസ്രം ജനങ്ങളെ ഭക്തിയുടെ പാരമ്യതയിലെത്തിച്ച് കൃത്യം 2 മണിക്ക് തന്നെ ചോറ്റാനിക്കര അമ്മയുടെ തിരുനട മകം തൊഴലിനായി തുറന്നു. നട തുറന്ന വേളയിൽ അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രോച്ചാരണങ്ങളിൽ മുഖരിതമായി ക്ഷേത്ര പരിസരം ഒന്നാകെ. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ മകം നാളിൽ തൊഴുതാൽ സർവ്വ സൗഭാഗ്യങ്ങളും കടന്നുവരുമെന്നാണ് വിശ്വാസം. വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയ ദിവസത്തെ അനുസ്മരിച്ചാണ് ഓരോ വർഷത്തെ മകം തൊഴൽ ആഘോഷം. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച മകം തൊഴൽ ദർശനം രാത്രി 10:30ക്കാണ് അവസാനിക്കുക. കുംഭമാസ ചൂടിന്റെ കാഠിന്യം വകവയ്ക്കാതെ എത്തുന്ന തങ്ങളെ സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കരയമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വരും ജീവിതത്തിൽ തണലായി മാറുമെന്ന് ഓരോ ഭക്തനും വിശ്വസിക്കുന്നു. അതെ, ചൂടൊന്നും നമുക്ക് കേൾക്കില്ല. നല്ല അമ്മ എങ്ങനെയെങ്കിലും കാണുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയായതുകൊണ്ട് ചൂടൊന്നും തോന്നാറില്ല. നാമജപത്താൽ എല്ലാ വർഷവും കയറി അമ്മയുടെ അനുഗ്രഹത്താൽ. അല്ലല്ല, ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ 2 കൊല്ലം വന്നു കഴിഞ്ഞല്ലോ. 2ാമത്തെ കൊല്ലം, ഇത് 3ാമത്തെ പ്രാവശ്യമായിരുന്നു. വളരെ സന്തോഷമില്ലേ? ഭയങ്കര സന്തോഷം, സൗഭാഗ്യമുണ്ട്. മകൻ തൊഴാൻ ആദ്യമായിട്ട് വരികയാണ്. പ്രതീക്ഷിച്ചില്ല, ഒട്ടും വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. തിരക്കിനിടയിലും അത് കാണാൻ സാധിക്കാന്ന് വെച്ച ഒരു ഭാഗ്യല്ലേ? ഭയങ്കര ഭാഗ്യമാണ്. കണ്ണുകളിൽ അമ്മയെ കണ്ട നിർവൃതിയോടെ ദർശന പുണ്യം ഏറ്റുവാങ്ങി മടങ്ങുന്ന ഭക്ത മനസ്സുകളിൽ ഇനി അടുത്ത വർഷത്തെ മകം തൊഴിലിനായുള്ള കാത്തിരിപ്പ് മാത്രം. ജനം, കൊച്ചി.